നമസ്കാരം. മദ്യനയ കേസിൽ എ.എ.പി. ദേശീയ കൺവീനറും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിനെ ഇ.ഡി. അറസ്റ്റ് ചെയ്തതിൽ വൻ പ്രതിഷേധത്തിനൊരുങ്ങി പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണി. പ്രതിഷേധത്തിന്റെ ഭാഗമായി മാർച്ച് 31-ന് ഡൽഹി രാംലീല മൈതാനത്തേക്ക് ഇന്ത്യ മുന്നണി മെഗാ മാർച്ച് നടത്തും. ഇ.ഡി. അറസ്റ്റ് ചെയ്ത കേജ്രിവാളിനെ ഡൽഹിയിലെ റോസ് അവന്യൂ കോടതി മാർച്ച് 28 വരെ അന്വേഷണ ഏജൻസിയുടെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. ഭരണകക്ഷിയായ ബി.ജെ.പിയുടെ അടിച്ചമർത്തലിൽ നിന്നും രാജ്യത്തെ സംരക്ഷിക്കുന്നതിനായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പൊതുയോഗത്തിൽ പങ്കുചേരണമെന്ന് എ.എ.പി. നേതാവും ഡൽഹി മന്ത്രിയുമായ ഗോപാൽ റായ് വാർത്താ സമ്മേളനത്തിലൂടെ അഭ്യർത്ഥിച്ചു. ഏകാധിപത്യ നടപടികൾ സ്വീകരിച്ചും രാജ്യത്തെ ജനാധിപത്യം ഇല്ലായ്മ ചെയ്തും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തു. ഭരണഘടനയെയും ജനാധിപത്യത്തെയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഓരോ വ്യക്തിയിലും ഇത് വലിയ രോഷമാണ് ഉണ്ടാക്കിയത്. ഓരോ പ്രതിപക്ഷ നേതാക്കൾക്കെതിരെയും കള്ളക്കേസെടുക്കാൻ പ്രധാനമന്ത്രി മോദി ഏജൻസികളെ ദുരുപയോഗം ചെയ്യുകയാണെന്ന് റായ് പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ ഡൽഹി കോൺഗ്രസ് അധ്യക്ഷൻ അരവിന്ദർ സിംഗ് ലൗലിയും പങ്കെടുത്തിരുന്നു. മാർച്ച് 31-ലെ മഹാറാലി രാഷ്ട്രീയമായിരിക്കില്ല, രാജ്യത്തിന്റെ ജനാധിപത്യം സംരക്ഷിക്കാനുള്ള ആഹ്വാനമാണെന്നും കേന്ദ്രത്തിനെതിരെ ശബ്ദമുയർത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ജനാധിപത്യം അപകടത്തിലാണ്. നമ്മുടെ നേതാവ് രാഹുൽ ഗാന്ധി ജനാധിപത്യം സംരക്ഷിക്കാൻ പോരാടുകയാണ്. ഇന്ത്യൻ സഖ്യത്തിന്റെ പങ്കാളികൾക്കൊപ്പം ഞങ്ങൾ ശക്തമായി നിലകൊള്ളുന്നു. കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചത് ഉൾപ്പെടെയുള്ള നടപടികൾ നാം കണ്ടു, അദ്ദേഹം പറഞ്ഞു. കേജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ഞായറാഴ്ച ഡൽഹിയിലുടനീളം മെഴുകുതിരി മാർച്ചും കോലം കത്തിക്കലും നടത്തുമെന്ന് എ.എ.പി. പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബി.ജെ.പിയുടെ ഏകാധിപത്യത്തിനും അരവിന്ദ് കെജ്രിവാളിന്റെ വ്യാജ അറസ്റ്റിനുമെതിരെ ഞായറാഴ്ച ഡൽഹിയിലുടനീളം മെഴുകുതിരി മാർച്ചും കോലം കത്തിക്കൽ പ്രതിഷേധവും നടത്തും. മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ ഡൽഹിയിലെ ജനങ്ങൾ തെരുവിലിറങ്ങിയിരിക്കുകയാണ്. അരവിന്ദ് കെജ്രിവാളിന്റെ കവചമായി നാം എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് മോദി സർക്കാരിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാനുള്ള അവസാന ആണിയായി മാറുമെന്നും പാർട്ടി പ്രസ്താവനയിൽ പറഞ്ഞു. നന്ദി.